ഈ ബസ്രയിലുള്ള സമയത്ത് അദ്ദേഹം ഒരു തോട്ടത്തിൽ, ഒരു ഈന്തപ്പന തോട്ടത്തിൽ കുറച്ചു കാലം ജോലി എടുക്കുന്നുണ്ട്, അവിടുത്തെ കാവൽക്കാരനായിട്ട്. ഈ ഈന്തപ്പന തോട്ടത്തിൽ അങ്ങനെ 1-2 മാസം കഴിഞ്ഞു. ഈ ഏറ്റവും നല്ല ഈത്തപ്പഴത്തിന് പേര് കേട്ട സ്ഥലമാണ് ബസ്ര. ഒരിക്കൽ അദ്ദേഹം തോട്ടത്തിലുള്ള സമയത്ത് 2 വഴിയാത്രക്കാർ അതുവഴി വന്നു. ഈ വഴിയാത്രക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോട്ടത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവദിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അവർക്ക് തോട്ടത്തിൽ കയറിയിട്ട് ആവശ്യാനുസരണം എന്തു വേണമെങ്കിലും കഴിക്കാം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അത് ശേഖരിച്ച് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ഈ യാത്രക്കാർ വന്നപ്പോൾ അവരെ ഈ തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴം കഴിക്കാൻ സുഫിയാൻ അസ്-സൗരി അനുവദിച്ചു. ഇവരങ്ങനെ ആവശ്യത്തിനുള്ള പഴങ്ങളൊക്കെ കഴിച്ചു. ഇവർ തിരിച്ചു വന്നിട്ട് സുഫിയാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ എവിടുത്തുകാരനാണ് എന്ന് ചോദിച്ചു. സുഫിയാൻ അസ്-സൗരി പറഞ്ഞു, ഞാൻ കൂഫക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു, ഈ കൂഫയിലെ ഈത്തപ്പഴമാണോ അതോ ബസ്രയിലെ ഈത്തപ്പഴമാണോ ഏറ്റവും മികച്ചത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. സുഫിയാൻ അസ്-സൗരി പറഞ്ഞു, വല്ലാഹി കൂഫയിലെ ഈത്തപ്പഴം ഏറ്റവും നല്ല ഈത്തപ്പഴമാണ്. പക്ഷെ ബസ്രയിലെ ഈത്തപ്പഴം അത് ഇതുവരെ ഞാൻ രുചിച്ച് നോക്കിയിട്ടില്ല, ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ സുഫിയാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ചോദിക്കുന്നത് നിൻ്റെ ഈ തോട്ടത്തിലെ ഈത്തപ്പഴത്തിൻ്റെ കാര്യമാണ്. സുഫിയാൻ പറഞ്ഞു, ഞാൻ ഈ തോട്ടത്തിലെ കാവൽക്കാരനാണ്. ഇവിടെ നിന്ന് ഈത്തപ്പഴം ഭക്ഷിക്കാനുള്ള അനുവാദം എനിക്ക് എൻ്റെ യജമാനൻ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഈത്തപ്പഴങ്ങൾ മരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ താഴെ കിടക്കുന്നുണ്ടാവും, നീ ഇതുവരെ അത് കഴിച്ച് നോക്കിയിട്ടില്ലേ എന്നും പറഞ്ഞ് ഈ യാത്രക്കാർ പൊട്ടിച്ചിരിച്ചു. അക്കാലത്തൊക്കെ ഈ കൂഫയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ സുഫിയാൻ അസ്-സൗരി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഖലീഫ കാളിയാക്കാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്ന മഹാപണ്ഡിതൻ, അവരുടെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന സുഫിയാൻ അസ്-സൗരി. പക്ഷെ അവർക്കൊന്നും ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയമല്ല, കേട്ടുകേൾവിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവും മതരീതികളും ലളിതമായ ജീവിതവും നേരിട്ടറിയില്ല. അവർ ഈ കാവൽക്കാരൻ പറയുന്നത് കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾ സുഫിയാൻ അസ്-സൗരിയാകാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അയാൾ ഭയഭക്തിയുള്ള ഒരാളാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അയാൾ കള്ളം പറയുകയാണ്, സുഫിയാൻ അസ്-സൗരി ആവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ വിഷയം അങ്ങനെ അവിടുത്തെ ഗവർണറുടെ ചെവിയിലെത്തുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്നൊരാളെ പരിചയപ്പെട്ടു, അയാൾ കാവൽ നിൽക്കുന്ന അയാളുടെ തോട്ടത്തിൽ നിന്ന് അയാൾ ഒരു ഈത്തപ്പഴം പോലും ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ആ ഗവർണർ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് സുഫിയാൻ അസ്-സൗരി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അയാൾ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു.